UDF-നാകട്ടെ 70 മുതൽ 80 സീറ്റ് വരെ, അതായത് സർവേയിൽ പ്രതിഫലിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ. എക്സിറ്റ് പോള് ഭരണം മാറും തന്നെയാണല്ലേ പറയണേ? അതുറപ്പല്ലേ, ഭരണം മാറണ്ടേ? ഭരണം മാറാതെ അല്ല പിന്നെ എന്താ വിചാരിച്ചേ? ഇതെങ്ങനെ അങ്ങനെ ഉറപ്പിച്ചു പറയലത്? അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റൂല. തുടർഭരണം പ്രതീക്ഷിക്കണ എത്ര ആൾക്കാരുണ്ട് ഇവിടെ അല്ലേ? ഓലൊക്കെ എത്ര പ്രതീക്ഷയില്ല. അല്ല അത് ശരിയാണ്, കുറെ ആൾക്കാർ കഴിയുമ്പോ പ്രതീക്ഷ ഉണ്ട്, വലിയ വർത്താനം പറയുന്നുണ്ട്. സംഭവം തുടർഭരണം ഉണ്ടാവുമോ? തുടർഭരണം ഉണ്ടാവണ്ടേ? ഉണ്ടായിക്കോട്ടെ, ഇനിയിപ്പോ എന്താ, തുടർഭരണം ഉണ്ടാവും. ഇജ്ജ് എന്തിമേലും ഒന്ന് ഉറച്ചിക്കങ്ങായി. ഇജ്ജത്തെ ആൾക്കാർക്ക് അനുസരിച്ച് ഇങ്ങനെ പറയണേ. മനുഷ്യന്മാരാകുമ്പോ ഒരു നിലപാട് വേണ്ടേ? ഇവനിപ്പോ ഈ പറഞ്ഞ മാതിരി ജി 2 തോണിയിലും കൂടി കാലിടല്ലേ? ജി ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയ്. ഇവന്റെ ഈ നിലവാരമില്ലാത്ത വർത്താനത്തിന് ഇജ്ജ് ഇങ്ങനെ മൂളി കൊടുത്തോ? എനിക്കതിന് ഒഴിവില്ല, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അവൻ പോയില്ലേ? ഞാനേ ഓനൊന്ന് സൂചിപ്പിച്ചതാ. ഒക്കെ ഇജ് പറഞ്ഞ നടക്കുള്ളൂ. അല്ല ഞാനും പിന്നെ ഓണുള്ളതുകൊണ്ട് വല്ലാതെ എതിർക്കാറുന്നതാ. ഞാൻ സംഭവം പറഞ്ഞത് മൊത്തത്തിലുള്ള ഒരു വികാരം മാനിച്ചിട്ടാണ്. സംഗതി നമ്മളെ കൈക്ക് തന്നെയാണ് ഇതൊക്കെ പേര്. പിന്നെ ഞാൻ ഇറങ്ങിയാലോ, എനിക്ക് പെണ്ണുങ്ങളായിട്ട് ഒരു കല്യാണത്തിന് വേണ്ടു ട്ടാ. ഞാൻ ഇറങ്ങുന്നാല് അജു പോയിക്കോ. ഞാനും പോവാണ്. ഓല് രണ്ടാളും പറഞ്ഞ നടക്കാന്നുണ്ടെ പിന്നെ എത്രവിടെ തെരഞ്ഞെടുപ്പൊക്കെ എല്ലാരും ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് കിടന്നോളി. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളേ ഞങ്ങൾ ജനങ്ങളാണ് തീരുമാനിച്ചേക്കണ്. അത് നാളെ പെട്ടിയാണ്ട് പൊട്ടിക്കുമ്പോ കാണാം. ഇവല് കുറച്ച് ആൾക്കാർ പീടിയൊക്കെ വല്ലതും ഇരുന്ന് ഇങ്ങനെ അഭിപ്രായം പറയും. നമ്മൾ നയിച്ചാൽ ഞമ്മക്ക് കിട്ടി, അല്ലാതെ പിന്നെ ഒരു കാര്യമില്ല.